നമസ്കാരം. എല്ലാവരും ഇലക്ഷൻ റിസൾട്ട്സ് വന്നതിൻ്റെ ഒരു ഹാങ് ഓവറിലാണെന്നറിയാം. ഞാനും അതെ. ചിലർക്ക് സന്തോഷം, ചിലർക്ക് സങ്കടം. പലരും വിചാരിച്ച പോലെ ഒരു മോദി ബ്രാൻഡിൻ്റെ എഫക്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടൊന്നും നടന്നില്ല. മോദി തന്നെ 400 സീറ്റ് മേളിൽ കിട്ടുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ BJP എന്ന് പറഞ്ഞ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ BJP എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഒരു ഗവൺമെൻറ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം 272 സീറ്റ് പോലും കിട്ടിയിട്ടില്ല. പക്ഷേ അവരുടെ ചെറിയ ചെറിയ പാർട്ടികളുടെ ഒരു സഹായത്തോടു കൂടി അവർക്ക് 292 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം അവർക്ക് മിനിമം ഒരു ഗവൺമെൻറ് ഫോം ചെയ്യാനുള്ള സീറ്റ് കിട്ടിയില്ലെങ്കിലും മറ്റുള്ള പാർട്ടികളുടെ എഫക്റ്റോടു കൂടി അല്ലെങ്കിൽ സഹായത്തോടു കൂടി അവർ തന്നെയായിരിക്കും മിക്കവാറും ഭരിക്കാൻ പോകുന്നത്. പക്ഷേ അപ്പുറത്തെ സൈഡിൽ ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ കോൺഗ്രസ് 232 സീറ്റും കൊണ്ട് അവരും ഒരു അട്ടിമറിയൊക്കെ ശ്രമിച്ച് അവരും ഭരണത്തിൽ വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 18 സീറ്റ് കോൺഗ്രസും 1 BJPയും 1 LDFും. പക്ഷേ ഈ റിസൾട്ട്സ് വന്നതോടെ എനിക്ക് 2 കാര്യത്തിൽ ഏറ്റവും സന്തോഷം. ഒരാളുടെ വിജയത്തിലും മറ്റൊരാളുടെ പരാജയത്തിലും. ഒരാളുടെ വിജയം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി തന്നെ. പലരും പല രീതിയിലും താത്തിയിട്ടും അല്ലെങ്കിൽ തളർത്തിയിട്ടും തളരാതെ ഒറ്റയ്ക്ക് നിന്ന് ഒറ്റക്കൊമ്പനെ കൊണ്ട് ജയിച്ചു വന്നൊരു പാർട്ടിയാണ് സുരേഷ് ഗോപി. ഇപ്പോൾ സുരേഷ് ഗോപി ഒരു BJP പ്രവർത്തകൻ അല്ലെങ്കിൽ BJPയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയതുകൊണ്ടല്ല സപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ സാധാരണക്കാരനായ എന്നെക്കൂട്ടുള്ള പല ആൾക്കാരും അദ്ദേഹം സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു നല്ല മനുഷ്യനാണെന്നാണ് കരുതിയേക്കുന്നത്. അപ്പം കഴിഞ്ഞ ഒരു ടൈമിലും പുള്ളി തോറ്റിട്ട് പുള്ളി തൃശ്ശൂരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ ഒരിക്കലും ഒരു സഹായത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല. പുള്ളി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പുള്ളി എപ്പോഴും ഇവിടെയുണ്ട് എല്ലാത്തിനും. ഒരു പാർട്ടി എന്നുള്ള രീതിയിലല്ല പുള്ളി ആക്ച്വലി ജയിച്ചേക്കുന്നത്. ഈ BJP ആൾക്കാർക്ക് സന്തോഷം അല്ലെങ്കിൽ തൃശ്ശൂരിലെ ആൾക്കാർക്ക് സന്തോഷം BJP കാൻഡിഡേറ്റ് ജയിച്ചെന്നല്ല സുരേഷ് ഗോപി ജയിച്ചെന്ന് പണ്ടും എല്ലാവരും പറയാറുന്നല്ലോ. ഈവൻ നമ്മുടെ പഴയ മരിച്ചുപോയ MP നമ്മുടെ ഇന്നസെന്റ് വരാൻ പറയായിരുന്നു സുരേഷ് ഗോപി ജയിക്കാത്തത് BJPയിലായതുകൊണ്ടാണ്. പുള്ളി ഏതെങ്കിലും ഒരു വേറെ പാർട്ടി ആയിരുന്നെങ്കിൽ ജയിച്ചു പോയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ആൾക്കാരും മടുത്തു. അതിപ്പം സുരേഷ് ഗോപി ജയിച്ചതിൽ എനിക്ക് മറ്റുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റ് 2 അല്ലെങ്കിൽ 3 കാൻഡിഡേറ്റിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാർ ആ ഒരു പാർട്ടിയോടല്ല ആ ഒരു വ്യക്തിയുടെ ഒരു പെർഫോമൻസും അയാളുടെ ഒരു ട്രസ്റ്റുമാണ് സുരേഷ് ഗോപിയുടെ വിജയം. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു ടൈമിൽ തോറ്റിട്ട് പോലും ആ ഒരു മണ്ഡലത്തിലും കേരളത്തിന് വേണ്ടി പല രീതിയിലും പല സഹായം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കോട്ടയംകാരനാണ്. അപ്പോൾ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് ജയിച്ചതിനേക്കാളും ശ്രീ തോമസ് ചാഴികാടൻ തോറ്റേനാണ് ആൾക്കാർക്ക് സന്തോഷം. അതും മിക്ക കാൻഡിഡേറ്റ്സിൻ്റെ അങ്ങനെ തന്നെയായിരിക്കും. ഞാനിപ്പോൾ കോട്ടയത്തെ വേറെ കാര്യം പറയാൻ കാരണം ഞാനൊരു കോട്ടയംകാരനായതുകൊണ്ട്. കാരണം ഇത്രയും ഒരു വർഷങ്ങളോളം MLAയും MP ആയിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ചാഴികാടൻ. അപ്പോൾ പല കാര്യങ്ങളും ചെയ്യാൻ ഇത്രയും ഒരു അവസരം കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഞാൻ മുമ്പേ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞ പോലെ ആ മണ്ഡലത്തിൽ തൃശ്ശൂർ നിന്ന് തോറ്റിട്ട് പോലും ആ ഒരു മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ ശ്രീ സുരേഷ് ഗോപി. പക്ഷേ ശ്രീ ചാഴികാടൻ അവിടെയാണ് ഒരു തോൽവി സംഭവിച്ചത്. കോൺഗ്രസിൽ നിന്ന് വോട്ട് മേടിച്ച് അപ്പുറത്തോട്ട് ചാടി. എന്നിട്ട് പോലും ജയിപ്പിച്ച മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ആൾക്കാരെ ഒന്ന് പോയി തിരിച്ചു നിന്നവരെ നന്ദി പറയാനോ ഒന്നും സമയമില്ലായിരുന്നു. അതിൻ്റെ ഒരു ബഹളം പല ചാനലുകളിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. പിറവത്തൊക്കെ റിസൾട്ട്സ് വരുന്നതിന് മുമ്പ് തന്നെ ശ്രീ ചാഴികാടൻ്റെ തോൽവി ആഘോഷിക്കാൻ വേണ്ടി ആൾക്കാർ നടക്കുക. അത് അവിടെ ഒരു ഫ്രാൻസിസ് ജോർജിൻ്റെ വിജയത്തെയല്ല, മറ്റൊരാളുടെ തോൽവിയിലാണ് ഇവർ ഒരു സന്തോഷം കിട്ടുന്നത്. അത് ഒരു സാഡ് ഫാക്റ്റാണ്. പക്ഷേ അതാണ് ഒരു അവസ്ഥ ഇപ്പോഴത്തെ. പക്ഷെ ഇനിയെങ്കിലും ഫ്യൂച്ചറിലോട്ട് ഈ പാർട്ടി നോക്കാതെ ഒരു വ്യക്തിയെ നോക്കി ചെയ്യുന്ന ഒരു കാലഘട്ടം വരുവാണെങ്കിൽ, വോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം വരുവാണെങ്കിൽ നല്ലതായിരുന്നു. ഈ പണ്ടൊക്കെ പറയുന്ന പോലെ പല ആൾക്കാരും പവറിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് പവർ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാനം കിട്ടുമ്പോൾ അവരുടെ സ്വഭാവം മാറുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ സുരേഷ് ഗോപി മാറാതിരുന്ന തൃശ്ശൂർകാർക്ക് നമുക്കെല്ലാം നല്ലത്. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. ഒരു പാർട്ടീനെയോ ഒരു വ്യക്തിയെയോ അധിക്ഷേപിക്കാനോ ഒന്നുമല്ല. ചില ഫ്രസ്ട്രേഷൻസ് മാത്രം. ചിലർ തുറന്നു പറയുന്നു, ചിലർ തുറന്നു പറയുന്നില്ല. അത്രേ ഉള്ളൂ. താങ്ക് യു.